രാജ്യസ്നേഹം മൂത്ത് ഹവാല പരിപാടിയുമായി ഇറങ്ങിയ ബിജെപിയെ പറ്റിയാണ് ഇന്നത്തെ പരദൂഷണത്തിൽ ആദ്യം. മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള പാർട്ടി പ്രവർത്തകരിൽ ഏതവനാണ് പിടിക്കപ്പെടുന്നത് എന്ന് നോക്കി നടക്കുകയാണ് നേതാക്കൾ. എല്ലാ ദിവസവും എവിടെ നിന്നെങ്കിലുമായി ബിജെപി നേതാക്കളുടെ തട്ടിപ്പിന്റെ കഥ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കുമ്മനംജിയുടെ PROയ്ക്ക് കൈക്കൂലി കാശ് ഹവാല വഴി എത്തിച്ചു കൊടുത്ത കേസിൽ MT രമേശ് ജിയെ പാർട്ടി തഴുകി തലോടി ആശ്വസിപ്പിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷേ ഇന്റലിജൻസ് ഏജൻസികൾക്ക് രമേശ് ജിയുടെ ലേലുവല്ലു അത്രയ്ക്ക് ദഹിച്ചിട്ടില്ലത്രേ. ഈ ഹവാല പരിപാടിയൊന്നും രമേശ് ജി അറിയാതെ നടക്കൂല എന്നാണ് IB കണക്കുകൂട്ടുന്നത്. കേരളത്തിലാണെങ്കിൽ ആകെ ഒരു MP ഉള്ളൂ, ഭരണം ഇല്ലാതാനും. അവിടെ ഇത്രയും അഴിമതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒരു ഭരണം കൈ കിട്ടിയാൽ, അല്ലെങ്കിൽ കുറെ കൂടി MLA-മാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നുള്ളൂ, രാജഗോപാലൻ മാത്രമേ ഉള്ളൂ. എന്തായിരുന്നതിന്റെ സ്ഥിതി? പ്രാദേശികമായിട്ട് ഒരുപാട് പരാതികൾ വരുന്നുണ്ട്. കോഴിക്കോട് കുറച്ച് നേതാക്കൾ ചേർന്ന് വ്യാജ രസീത് പ്രസ്സിൽ അടുപ്പിച്ച് പിരിവ് നടത്തി കാശ് മുക്കിയതിൻ്റെ കണക്കും കാര്യവും ഇതുവരെ വെളിവായിട്ടില്ല. ഓരോ അഴിമതി പിടിക്കപ്പെടുമ്പോഴും അതൊക്കെ വ്യക്തികൾ നടത്തിയതാണെന്നും പറഞ്ഞ് മുങ്ങി നടക്കുകയാണ് നേതാക്കൾ. ഇങ്ങനെ പല പല വ്യക്തികൾ ചേർന്നാണ് ഈ പാർട്ടി തന്നെ ഉണ്ടാകുന്നത്. ബിസിനസ്സുകാരുടെ അടുത്തൊക്കെ പോയിട്ട് വ്യാജ രസീത് കൊടുത്ത് നിർബന്ധമായിട്ടും ഇത്ര ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞ പ്രാദേശിക നേതാക്കൾ, അതിൽ പല രസീതുകളും വ്യാജ രസീതുകളാണ്, സീൽ പോലും ഇല്ലാത്തത്. ഒന്നാഞ്ഞ് അന്വേഷണം നടത്തിയാൽ BJP-കാരുടെ സംസ്ഥാനത്തെ അഴിമതി അന്വേഷിക്കാനേ വിജിലൻസുകാർക്ക് നേരമുണ്ടാവും. വിജിലൻസിൽ വേണ്ടത്ര സൗകര്യവും ആളും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നു ഈ നേതാക്കളൊക്കെ ആശ്വസിച്ചിരിക്കുന്നത്. കോളേജുകളുടെ കാര്യത്തിൽ എന്നതുപോലെ മറ്റു പല കാര്യങ്ങളിലും കോട ചോദിച്ചതിൻ്റെ തെളിവുകൾ ഓരോന്നോരോന്നായി ഇപ്പോൾ പത്രങ്ങളിൽ ഇന്നും വന്നിട്ടുണ്ട്. ഓരോ പ്രദേശത്തു നിന്നും ഓരോ വാർത്തകൾ. അപ്പോൾ ഇതേവരെ അവരൊരു അഴിമതി വിരുദ്ധരാണ്. BJP ഗവൺമെൻറ്റിൻ്റെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെയുള്ള അവരുടെ നയം ഒരു അഴിമതി വിരുദ്ധ ഭരണം എന്നുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നത്. ഞാനിപ്പോൾ സംസ്ഥാനത്തെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ മറ്റു സംസ്ഥാനങ്ങളിലും വലിയ അഴിമതിയുടെ കഥകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ മനോഹരമായ മറ്റൊരു പറ്റിക്കൽ കോഴയും പുറത്തു വന്നിരിക്കുകയാണ്. സൈന്യത്തിൽ ചേർക്കാം എന്ന് പറഞ്ഞു വരെ പറ്റിക്കൽ പരിപാടി നടത്തുന്ന ടീമുകളുണ്ട്. കോഴ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് നടത്തിക്കൊടുക്കുകയെങ്കിലും വേണ്ടേ? ഇത് അതുപോലുമില്ല. ചെറിയ കൈവേലി സ്വദേശി ശ്രീധരേട്ടന്റെ മകന് വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു പട്ടാളത്തിൽ കുക്കായിട്ടുള്ള ജോലി. അവന് ഈ വിഷയം പഠിച്ച ആളായിരുന്നു. രാജേട്ടന്റെ വീട്ടിൽ നിരന്തരമായിട്ട് ഈ ചെറുപ്പക്കാരന്റെ അച്ഛൻ, അതായത് ശ്രീധരേട്ടനും അദ്ദേഹത്തിന്റെ ഭാര്യയും നിരന്തരമായിട്ട് വരികയും കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ നേതാവല്ലേ നിങ്ങൾ, എങ്ങനെയെങ്കിലും സ്വാധീനിച്ച് എൻ്റെ മകൻ ആ ജോലി ശരിപ്പെടുത്തണമെന്ന് നിരന്തരം പറഞ്ഞു. രാജേട്ടൻ പലതും ട്രൈ ചെയ്തു, ഒന്നും നടന്നില്ല. അങ്ങനെ പല ആളുകളോടും വിളിച്ചു പറഞ്ഞപ്പോൾ ഒരാൾ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, പട്ടാളത്തിൽ നിന്നും റിട്ടയർഡ് ചെയ്ത കുറേ കേണൽമാരും എല്ലാം ചേർന്ന് നടത്തുന്ന ബാംഗ്ലൂരിൽ ഒരു സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനത്തിൽ നിന്ന് പരിശീലനം ലഭിച്ച 100% ആളുകൾക്ക് അല്ലെങ്കിൽ 90% ആളുകൾക്കും ജോലി സാധ്യത ഉറപ്പാണ്. അതിനവിടെ ഡൊണേഷൻ ആവശ്യമുണ്ട്. നമ്മളിത് കൈക്കൂലി എന്ന് വിളിക്കുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസിയിൽ 5 ലക്ഷം രൂപ വരെ അവർ മേടിക്കുന്നുണ്ട്. പക്ഷെ രാജേട്ടന്റെ വ്യക്തിപ്രഭാവം കൊണ്ടും രാജേട്ടന്റെ സ്വാധീനം കൊണ്ടും BJP-യിൽ നിന്നറിയപ്പെടുന്ന നേതാവായതുകൊണ്ടും 1.5 ലക്ഷം രൂപ അവിടെ ചെലവ് വരുമെന്നും ആ പൈസ കൊടുത്താൽ ഈ ചെറുപ്പക്കാരന് അവിടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയിൽ പരിശീലനം കൊടുക്കാമെന്നും അവർ പറഞ്ഞു. രാജേട്ടൻ ഈ കാര്യം വിളിച്ചു പറഞ്ഞു ശ്രീധരേട്ടനോട്. അവർ പറഞ്ഞു, ഞങ്ങൾ എവിടെ നിന്നെങ്കിലും പൈസ ഉണ്ടാക്കി വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം, ഈ ജോലി വിട്ടുകളയരുത് എന്ന്. അങ്ങനെ അവർ 1 ലക്ഷം രൂപയുമായിട്ട് രാജേട്ടന്റെ കെയർ ഓഫിൽ ഈ റിക്രൂട്ട്മെന്റ് ഏജൻസിയിൽ പൈസ കൊടുക്കുന്നു. 40,000 അവർ ഡയറക്റ്റ് ആയിട്ടും 1 ലക്ഷം രാജേട്ടന്റെ മുഖാന്തരവും കൊടുത്തു. വിൻസെന്റ് ഇന്നസെന്റ് ആണെന്ന് വിളിച്ചു കൂവിക്കൊണ്ട് നടക്കുകയാണിപ്പോൾ ചിലർ. ഇത്തരം കേസുകളിൽ പെടുന്ന എല്ലാവരും ഉന്നയിക്കുന്നത് പോലെ ഗൂഢാലോചനയിൽ പിടിച്ച് കസറാനാണ് വിൻസെന്റിന്റെയും പാർട്ടിയുടെയും പരിപാടി. ഇരയായ വീട്ടമ്മയ്ക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് UDF കൺവീനർ തന്നെ പറഞ്ഞു കളഞ്ഞു. പത്രങ്ങളിൽ വരുന്ന വാർത്ത എനിക്ക് അറിയില്ല. പത്രങ്ങളിൽ വരുന്ന വാർത്ത അവരുടെ മാനസിക അവസ്ഥയെക്കുറിച്ച്, മാനസിക നിലയെക്കുറിച്ച്, വേറെ പലരുടെയും പേരിൽ ഇതിനു മുമ്പ് ഇങ്ങനെ പരാതി കൊടുത്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒക്കെ പല നിലകളിലുമുള്ള വാർത്തകളാണ് പത്രത്തിൽ വന്നുകൊണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്ത വിൻസെന്റ് ഇന്നസെന്റ് ആണെന്നും ആളിനെ വെറുതെ വിടണം എന്നും പറഞ്ഞ് വൻ സീനാണ് 2 ദിവസമായി കോവളത്ത്. എന്തായാലും വിൻസെന്റ് MLA ജഗജില്ലാടി തന്നെ. എന്തുമാത്രം ആൾക്കാരാ പുറകില്. ആ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഇന്നലെ നമ്മൾ കണ്ടാണ് TV-യിൽ സ്ത്രീകളും ഒക്കെ വഴിയിലിങ്ങനെ നിരനിരയായി നിന്നുകൊണ്ട് ഈ പരാതി പറഞ്ഞ സ്ത്രീയുടെ വണ്ടി കണ്ടപ്പോൾ ചീ പൊട്ട എറിഞ്ഞത് വരെ.
ആ നിയോജകമണ്ഡല ജനങ്ങൾക്ക് വിൻസെന്റിന് വളരെ താല്പര്യം ഇഷ്ടമാണ്. നമ്മളെ കൂടെ പുറപ്പാണ്. ഞങ്ങൾ പാർട്ടി ലേബിളല്ല വരുന്നത്. ഞങ്ങളിത് പാർട്ടി ലേബിളോ അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് അങ്ങനെ ഒന്നുമല്ല, നാട്ടുകാരെന്നുള്ള ലേബിളാണ്. ചെറുപ്രായം മുതലേ കണ്ടു തുടങ്ങിയ. കേരളത്തിൽ ഇതുപോലെ ഒരു MLA ഞങ്ങൾ കണ്ടിട്ടില്ല. കേരളത്തിനകത്ത് ഇതുപോലെ ഒരു MLA കണ്ടിട്ടില്ല. കാരണം എന്ന് പറയുമ്പോൾ ഒരു മിസ് കോൾ കൊടുത്തില്ല, തിരിച്ചു വിളിച്ച് കാര്യം ചോദിച്ച് ഞങ്ങളുടെ ആ സ്ഥലത്ത് വന്ന് ഞങ്ങളുടെ കാര്യം എന്താണെന്ന് പരിഹരിക്കുന്ന ഞങ്ങൾ കണ്ടിട്ടുള്ള ഇതുപോലെ ഒരു MLA ഞങ്ങൾ കണ്ടിട്ടില്ല. അതിനിടെ പഴയൊരു ഗൂഢാലോചന കഥ ഓർമ്മിപ്പിച്ച് കോൺഗ്രസിനെ വട്ടം ചുറ്റിക്കാനാണ് ആനാവൂർ നാഗപ്പന്റെ പരിപാടി. ഈ ആളുകളെ ഇവിടെ ഈ പണി ചെയ്യാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയതിന്റെ നിരവധി തെളിവുകൾ പുറത്തു വന്നില്ലേ? 2014 തന്നെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോ ഈ സ്ത്രീ പരാതി കൊടുത്തില്ലേ? എന്നെ കരുവാക്കിക്കൊണ്ട് ജോസ് തെറ്റേനെ കുരുക്കാൻ എന്നെ കരുവാക്കി പരാതി കൊടുത്തില്ലല്ലോ. എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. മാത്രമല്ല, എനിക്ക് നൽകാമെന്ന് പറഞ്ഞ പൈസ തന്നില്ല, തട്ടിക്കൊണ്ടുപോയി ഒരു കോൺഗ്രസ് MLA. ഇവിടെ ഈ കാര്യത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ കാശ് പോലും മോട്ടിക്കുന്ന കോൺഗ്രസുകാരുടെ പറ്റി എന്താ പറയാ? ഈ കേസ് മുഴുവൻ പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞ് CP മുഹമ്മദ് എന്ന് പറയുന്ന കോൺഗ്രസ് MLA വിട്ടുപിടിക്കാൻ ഇവർ സത്യാഗ്രഹം നടത്തി. എന്തിന്? ഇത്തരത്തിലുള്ള അങ്ങേയറ്റം ജുഗുപ്സാവഹമായ ഈ വൃത്തികേടിന് എനിക്ക് തരാമെന്ന് പറഞ്ഞ പൈസ ഈ എടുത്തു കളഞ്ഞു, എനിക്ക് തന്നില്ല. അത് CP മുഹമ്മദ് കൊണ്ടുപോകും. ജോസ് തെറ്റേലിന്റെ കാര്യം പറഞ്ഞാണ് 2 ദിവസമായി കോൺഗ്രസുകാർ വിൻസെന്റിനെ ഇന്നസെന്റ് ആക്കുന്നത്. പക്ഷേ തെറ്റയിലിന്റെ പിന്നിലെ ഗൂഢാലോചന കഥ ആനാവൂർ ഇപ്പോ എടുത്തിട്ട് കളഞ്ഞു. ഇതിൽ കമ്മീഷൻ വാങ്ങുന്നവർ നിങ്ങൾ ആലോചിച്ച കഷ്ടം. ഇത്തരം കാര്യത്തിൽ കമ്മീഷൻ വാങ്ങുന്ന ഈ ഇലനക്കി ചിതുനക്കി എന്ന് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. അതിനേക്കാൾ വലിയ വൃത്തികെട്ടവന്മാരല്ലോ ഈ കോൺഗ്രസ്സുകാര്. അവരങ്ങനെ ഗൂഢാലോചന നടത്തി പരിചയമുള്ള ആളുകൾ ഇപ്പൊ പറയുക ഇതും ഗൂഢാലോചനയാണ്. ഉമ്മൻചാണ്ടിക്ക് രാവിലെ വൈകുന്നേരം ഗൂഢാലോചനയാണ്. കാരണം ഉമ്മൻചാണ്ടി തന്നെ ഗൂഢാലോചനയുടെ സൃഷ്ടിയാണ്. അങ്ങനെ രാജ്യത്തിന് പുതിയ ഒരു രാഷ്ട്രപതിയായി. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണെങ്കിലും രാഷ്ട്രപതിയാണല്ലോ. പട്ടാഭിഷേകം ഇന്ന് നടന്നു. MG കോളേജിലെ കലിപ്പ് സീനുകൾ ഇതുവരെ തീർന്നിട്ടില്ല. അവിടെ SFI ഒരു കൊടി നാട്ടും, പിറ്റേന്ന് ABVP-ക്കാർ അത് പറിച്ചു കളയും. ഇപ്പോഴിതാ ഒരു കൂട്ടം കൊടികളുമായി SFI കട്ടക്കലിപ്പിൽ വീണ്ടും വന്നിരിക്കുന്നു. നിയമത്തെ എല്ലാ രീതിയിലും പരിപാലിക്കുവാനും ആ നിയമം അനുസരിക്കുവാനും വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ RSSകാരൻ എടുത്തുമാറ്റിയ കൊടിക്ക് കാവൽ നിൽക്കാൻ ഏതെങ്കിലും ഒരു പോലീസുകാർ തയ്യാറായാൽ SFI വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് പറയുന്നത്, ഇന്ന് വെച്ചത് 10 ആണെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ 100ഉം 1000ഉം കൊടികളായി. ജനാധിപത്യം പുലരട്ടെ.